നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസം ചിങ്ങൻ രാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. ചിങ്ങൻ രാശിക്കാർക്ക് മാർച്ച് മാസം ഉയർന്ന താഴ്ചകൾ നിറഞ്ഞതായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും പിന്തുണ ലഭിക്കും. നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണപ്പെടും. ഈ സമയത്ത് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകും. എന്നാൽ മാസത്തിലെ 2ാം ആഴ്ചയിൽ ആരോടെങ്കിലും തമാശ പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സ്വന്തം ആളുകൾ നിങ്ങളോട് ദേഷ്യപ്പെടുകയും നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണം. കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് ഒത്തുതീർപ്പാക്കുന്നതാണ് ഉചിതം. ബിസിനസ്സിൽ എതിരാളികളിൽ നിന്ന് കടുത്ത മത്സരമുണ്ടാകും. ഏതെങ്കിലും സ്കീമിലോ ഓഹരി വിപണിയിലോ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായും വിദഗ്ധരിൽ നിന്നോ അഭ്യുദയകാംക്ഷികളിൽ നിന്നോ ഉപദേശം സ്വീകരിക്കുക. മാസത്തിലെ 3ാം ആഴ്ച വരെ ജോലി സംബന്ധമായ ദീർഘദൂര യാത്രകൾ സാധ്യമാണെന്ന് കാണുന്നുണ്ട്. യാത്രയിൽ നിങ്ങളുടെ ആരോഗ്യവും സാധനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്തെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എതിരാളികൾ നിങ്ങളെ ജോലിയിൽ തടസ്സപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനോ ശ്രമിക്കും. ഈ സമയത്ത് പ്രണയകാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മാനനഷ്ടം നേരിടേണ്ടി വന്നേക്കാം. മാസ അവസാനം വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിച്ചേക്കാം. നിങ്ങളുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും നിങ്ങൾക്കൊരു പ്രധാന ഉത്കണ്ഠയ്ക്ക് കാരണമാകും. പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. മകനാളുകാർക്ക് ആദിത്യൻ 7ലും 8ലും സഞ്ചരിക്കുന്നത് തൊഴിൽ രംഗത്ത് പുഷ്ടിക്കുറവുണ്ടാക്കാം. ലഘുനേട്ടങ്ങൾക്ക് പോലും കൂടുതലായ അധ്വാനം വേണ്ടി വരുന്നതാണ്. ബന്ധുജനങ്ങളുമായി ഭിന്നാഭിപ്രായമുണ്ടാകും. അവ പറഞ്ഞു തീർക്കുവാൻ ഊർജവും സമയവും ചെലവാകും. സഹോദരിയുടെ വിവാഹം സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ചെറുയാത്രകൾ ഗുണകരമായി തീരും. കൂട്ടുചേർന്നുള്ള പ്രവൃത്തികളിൽ നിന്ന് അധികമായ ആദായം പ്രതീക്ഷിക്കാം. സ്വാശ്രയ സംരംഭത്തിനായി ലോൺ കിട്ടാനിടയുണ്ട്. മകളുടെ ഉപരിവിദ്യാഭ്യാസത്തിലെ ആശയക്കുഴപ്പം തീർന്നേക്കും. കലാരംഗവുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് നേട്ടങ്ങളുണ്ടാകും. 11ലെ കുജസ്ഥിതി രഹസ്യ വരുമാനത്തിന് കാരണമാകും. വസ്തുവിൽപ്പനയിലെ തടസ്സം നീങ്ങിയേക്കാം. അതുപോലെ പൂരം നക്ഷത്രക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചസ്ഥനാകയാൽ ഭൗതിക നേട്ടങ്ങൾ അഭംഗുരമാകും. സ്ഥാനമാനങ്ങൾക്കുള്ള അർഹത അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിക്കും. സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന കാലമാണ്. മികവിൻ്റെ അംഗീകാരമായി പുരസ്കാരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. കച്ചവടം വിപുലീകരിക്കാൻ ചിലരുടെ കൈവായ്പകൾ പ്രയോജനപ്പെടുത്തും. ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് ഇവയിലൂടെയും ധനാഗമം കൈവരുന്നതാണ്. സ്വതന്ത്ര ചിന്താഗതി പുലർത്തുന്നതിനാൽ സംഘടനകളിൽ ഒറ്റപ്പെട്ടേക്കാം. വിമർശനങ്ങൾ ശോഭിപ്പിച്ചേക്കും. പാരമ്പര്യ വസ്തു വിൽക്കുവാൻ ശ്രമം തുടരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച നിയമന ഉത്തരവ് നീണ്ടേക്കാം. പ്രണയിതാക്കൾക്ക് ശുഭവാർത്ത കേൾക്കാനിടയുണ്ട്. ഉത്രനാളുകാർക്ക് ചിങ്ങത്തിൽ ആദ്യ കാൽഭാഗത്തെ ഫലങ്ങളാണ്. നക്ഷത്രനാഥനായ ആദിത്യന് ശുഭപാവഗ്രഹങ്ങളുമായി യോഗം വരുന്നതിനാൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകാം. പ്രയത്നിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ കൈവരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയുന്നതിനിടയുണ്ട്. ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിന് സഹപ്രവർത്തകരുടെ ഒത്താശ ലഭിച്ചേക്കില്ല. ഏജൻസികളും കമ്മീഷൻ വ്യാപാരവും തൃപ്തികരമായിരിക്കും. പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വലച്ചേക്കാം. നിവേദനങ്ങൾ അധികാരികൾ പരിഗണിക്കാൻ വൈകുന്നതാണ്. അല്പകാലം വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കും. ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ഉണ്ടാവുന്നതാണ്. കന്നിക്കൂറുകാരായ ഉത്രനാളുകാർക്ക് താരതമ്യേന നേട്ടങ്ങൾ അധികരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.